ഹായ്, ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസിങ് ന്യൂ ടാലൻറ്റ് സെഷനാണ്. ഞാൻ കുറച്ച് നാളായി ഇൻട്രൊഡ്യൂസിങ് ന്യൂ ടാലൻറ്റ് സെഷനുമായിട്ട് വന്നിട്ട്. ഇന്ന് മറ്റാരുമല്ല, വരുൺ ധാഗറിനെയാണ്. നിങ്ങൾക്ക് ഏറെ പേർക്കും അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിനെ ഒരു ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് വെനെവർ ഐ വാച്ച് ഹിസ് ആർട്ട് ഐ ഫെൽട്ട് ഹീസ് ദ ആർട്ട്. അത്തരത്തിൽ ഒരു ആർട്ടുമായിട്ട് ഡീപ്ലി കണക്റ്റഡ് ആയിട്ട്, ആർട്ടുമായിട്ട് അത്രയും ഡിസോൾവ് ചെയ്തിട്ട് ആർട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കലാകാരന്മാർ വളരെ കുറവാണ്. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഓരോരുത്തർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഒരു ആർട്ടിൻ്റെ മേഖലയിൽ. അത് ആ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവർക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നതാണ്. ഒരിക്കലും അതിലൊരു വലുപ്പം ചെറുപ്പം നമുക്ക് ഒരിക്കലും വിലയിരുത്താനോ പറയാനോ പറ്റില്ല, അല്ലേ? അങ്ങനെ ഇരിക്കലും വരുൺ ധാഗറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ ഒരു സെൻറ്റൻസ് പറയാതെ പറ്റില്ല. ഒരു ആർട്ടിസ്റ്റ് അല്ല, ഹീസ് ആർട്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും. യൂട്യൂബിൽ വരുൺ ധാഗർ എന്ന് അടിച്ചു കൊടുക്കുക നിങ്ങൾ. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഹീസ് എ ഡാൻസർ, കണ്ടംപററി ഡാൻസർ ഓർ ഫ്രീ സ്റ്റൈൽ ഡാൻസർ. ഹീസ് എ സിംഗർ, ഹീസ് എ കമ്പോസർ, ഹീസ് എ ലിറിസിസ്റ്റ്. പിന്നെ എനിക്കറിയില്ല, ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത്. അതെല്ലാം തന്നെ വളരെ വളരെ യൂണിക് രീതിയിൽ ചെയ്യുന്നൊരു ആളാണ് വരുൺ ധാഗർ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വരുൺ ധാഗറിനെ പോയി കാണുക. എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു പേര് തന്നെയാവും. എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ അദ്ദേഹത്തെ കടന്നു പോയിട്ടുണ്ടാവും. എപ്പോഴെങ്കിലും നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ള ഒരു ആർട്ടിസ്റ്റാണ് വരുൺ ധാഗർ. അത് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്ട്രീറ്റ്സിലൊക്കെയാണ് അദ്ദേഹം കൂടുതലും പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുമ്പം എനിക്ക് കൂടുതലായിട്ട് പേഴ്സണലി അങ്ങനെ അറിയില്ല. എനിക്ക് ഇത്രയൊക്കെ ഇൻഫർമേഷനാണ് അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ആർട്ടിൻ്റെ ഒരു വലിയ ആരാധികയാണ് ഞാൻ. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഡാൻസ്, പാട്ട്, എല്ലാത്തിൻ്റെയും ആ ഒരു ബോഡി മൂവ്മെൻറ്റ്സൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ ഒരു വലിയൊരു ഫാനാണ്. എന്തെങ്കിലും നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും പോയി കാണുക, അഭിപ്രായം പറയുക. പിന്നെ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആർട്ടിസ്റ്റുകളെയും നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ബൈ.